പുനർജനി ആയുർവേദ കോളേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള വണ്ണം, ഭയങ്കര വയറ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വണ്ണം വെക്കുന്ന ഒരു ഭാഗം നമ്മുടെ വയറ് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച്. ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറെങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സാരി ഉടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് എല്ലാവരും പോകുന്ന സമയത്ത് നമുക്കും തോന്നാറുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു ഡ്രസ്സ് എനിക്കും ഇടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വയറ് കുറയ്ക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മെറ്റബോളിസം മന്ദഗതിയിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ നമ്മൾ അമിതഭാരം കൊണ്ട് വളരെ വിഷമിച്ച് നടക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന ലെപ്റ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്ത്, മെറ്റബോളിസം അതായത് ഉപാപചയ പ്രവർത്തനങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത്, അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിച്ച് ഡയറ്റിലെ ചില ഫുഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് വണ്ണം കുറയ്ക്കാം. ഗ്രീൻ ടീ പതിവായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാബോളിസത്തെ നിയന്ത്രിച്ച് വയറിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇഞ്ചി ചായ. ഇഞ്ചി ഇട്ട് ചായ കുടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പൊ നമുക്ക് ഇഞ്ചി ചായ ഒന്ന് പതിവാക്കിയാലോ. ഇഞ്ചി ചായ മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിച്ചിട്ട് വിശപ്പിനെ കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് വയറിന്റെ കൊഴുപ്പിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, വയറിലെ വീക്കം കുറയ്ക്കാനായിട്ടും ഇഞ്ചിക്ക് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് പുതിന ചായയാണ്. പുതിന ചായ ദഹനം വർദ്ധിപ്പിച്ചിട്ട് കൊഴുപ്പിനെ എരിയിച്ചു കളയുന്നു. മാത്രമല്ല, നമ്മുടെ മാനസിക ശ്രദ്ധ, ഏകാഗ്രത എന്നിവ പുതിന ചായ കുടിക്കുന്നത് വഴി വർദ്ധിപ്പിക്കുന്നു. അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും, വയറിന്റെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അത് ഏതൊക്കെയാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ? നമുക്കറിയാലോ. ഈ സുഗന്ധ വ്യഞ്ജനങ്ങളിലെ പ്രധാനിയാണ് കുരുമുളക്. കുരുമുളകില് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നായ കുരുമുളക് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ വയറിന്റെ കൊഴുപ്പിനെ കത്തിച്ച് കളയാനായിട്ട് സാധിക്കുന്നു. വയറിലെ മാത്രമല്ല, അമിതഭാരത്തെ കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് ജീരകമാണ്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ജീരകം ശരീരഭാരം കുറച്ച് വയറിന്റെ കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നു. അടുത്തതോ വെളുത്തുള്ളി. വെളുത്തുള്ളി കഴിച്ചാലത്തെ ഗുണം എന്താണ്? വെളുത്തുള്ളിയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു. അടുത്തത് മഞ്ഞളാണ്. മഞ്ഞൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിലെ കൊഴുപ്പിനെ കത്തിച്ച് കളയാനുള്ള ശക്തി മഞ്ഞളിനുണ്ട്. അത് ഏതാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് നമുക്കറിയാം അല്ലെ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിനാണ് വയറിനെ കുറയ്ക്കാനായിട്ട്, വയറിന്റെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. കറുവപ്പട്ട. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള കറുവപ്പട്ട വയറിന്റെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഏത് മെഡിസിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അമിതഭാരത്തെ കുറിച്ച് നല്ല ബ്യൂട്ടി ആയിട്ട് മുമ്പോട്ട് പോവാം. നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് മുമ്പോ അതുമല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു ഈവെന്റിനോ ആണ് നമ്മൾ അയ്യോ വണ്ണം കുറയ്ക്കണമല്ലോ, നമ്മുടെ വയറ് കുറച്ച് കുറയ്ക്കണമല്ലോ എന്നുള്ള ആലോചനയിൽ എത്തുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിത രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഉലുവ കൊണ്ടൊരു കിടിലം മാജിക്കുണ്ട്. എന്താണെന്നല്ലേ, 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഉലുവ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പിടിയോ ഉലുവ എടുത്ത് വറുത്ത് പൊടിച്ച് വെക്കുക. രാവിലെയും വൈകുന്നേരം വാം വാട്ടറിൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നമുക്ക് ആ വെള്ളം കുടിച്ചാൽ മതി. സ്ഥിരമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനോ വണ്ണം കുറയ്ക്കാനും സാധിക്കും. ഇനി ഉലുവ വറുത്ത് പൊടിച്ച് വെക്കാനുള്ള സമയം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിലും കുടിച്ചാൽ മതി. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനിയും നല്ല അടിപൊളി ടിപ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.